ഹലോ ടീച്ചേഴ്സ്, HSST മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1-ലെ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം, ഒപ്പം എക്സ്പ്ലനേഷനും കൂടെ നോക്കാം. Okay. Which of the following best differentiate taxonomy from systematics? പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ടേംസ് ആണ് ടാക്സോണമി, സിസ്റ്റമാറ്റിക്സ് എന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ: ടാക്സോണമി ഡീൽസ് വിത്ത് നെയിമിംഗ് ഓർഗാനിസം while systematic study their ecology. B. Taxonomy includes only nomenclature while systematics include classification, nomenclature and evolutionary relationship. C. Taxonomy studies biochemical markers while systematic studies cytological characters. D. Both are synonymous with no distinction. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2, Statement 1. Chemotaxonomy involves the study of secondary metabolites like alkaloids and flavonoids. Statement 2. Cytotaxonomy relies mainly on karyotype, chromosome number and banding pattern. Choose the correct option. Option A. Both statements are correct. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റ് എക്സാം പീരീഡിൽ ഇത്രയും സ്ട്രെസ്സും ഒരു സ്റ്റക്ക് ഫീലിംഗ് ഒക്കെ വരാനുള്ള റീസൺ എന്ന് നോക്കാം. ഒന്നാമത്തത് പോസ്റ്റ് അഡ്രിനാലിൻ ക്രാഷ് ആണ്. നമ്മുടെ പ്രിപ്പറേഷന്റെ സമയത്താണെങ്കിൽ ബ്രെയിൻ നല്ല ആക്റ്റീവ് സമയത്താണെങ്കിൽ ആയിട്ടുള്ള കോർട്ടിസോൾ, അഡ്രിനാലിൻ നല്ല രീതിയിൽ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞതോടുകൂടി ഈ ബ്രെയിനിന്റെ ഹൈ അലേർട്ട് സ്റ്റേറ്റിൽ നിന്നുള്ള കണ്ടീഷൻ ചേഞ്ച് ആയി. ഹോർമോൺ ലെവലിൽ ഒരു ഡ്രോപ്പ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് നോർമലായിട്ട് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും ലോ മോട്ടിവേഷൻ ഒക്കെ ഫീൽ ചെയ്യാനുള്ള കാരണമാണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അൺസർട്ടൈനിറ്റി, ആങ്സൈറ്റി. പലരും ഇപ്പൊ നമ്മള് എന്താണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അൺസർട്ടൈനാണ്, ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ്. എത്ര നാൾ വെയിറ്റ് ചെയ്യുന്ന പോലും കറക്റ്റ് ആയിട്ടുള്ള ധാരണ നമുക്കില്ല PSCയെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ബ്രെയിനിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഔട്ട്കം അറിയാത്ത ഒരു അൺസർട്ടൈനിറ്റി ബ്രെയിൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരത്തിലൊരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഫിയർ സെന്റേഴ്സ് ഒക്കെ ഇപ്പോ ഇത് മൂലം, ഈ ഒരു അൺസർട്ടൈനിറ്റി മൂലം ആക്റ്റീവ് ആവുകയും നമ്മൾ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടിനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആങ്സൈറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം. D. Focuses only on ecological features. Question ഇതായിരുന്നു. Numerical taxonomy differ from classical taxonomy. Option A. Consider only evolutionary history. B. Uses phonetic similarity and equal weightage of character. C. Ignores statistical treatment of data. D. Focuses only on ecological features. Question number 6, statement wise question ആണ്. Statement 1. The biological species concept emphasizes reproductive isolation. Statement 2. The phylogenetic species concept emphasizes smallest diagnosable monophyletic units. Which is correct? Options: 1 only, 2 only, both 1 and 2, D. neither 1 nor 2. Correct ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. Next question, question number 7. Which of the following does not belongs to the dimension of speciation? Option A. Allopatric, B. Sympatric, C. Peripatric, D. Epigenetic. Then age. The hierarchy of categories in biological classification was first clearly defined by Option A. Linnaeus, B. Darwin, C. Ernest Mayr, D. Whittaker. 9. Which of the following is an example of procedural key? Option A. Dichotomous key,
B. Polyclave key. C. Collection and preservation protocol. D. Numerical key. 10th question. During taxonomic collection and preservation, which fixative is commonly used for cytotaxonomic studies? Option A. FAA, formalin acetic acid alcohol. B. Carnoy's fluid. C. Bowen's solution. D. 70% ethanol. 11th question. 10th question ഇതായിരുന്നു സൈറ്റോടാക്സോണമിക് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്. ഓക്കെ, 11th question, statement 1. Curating specimens in taxonomy involves proper cataloging and museum storage. Statement 2. Identification involves comparing unknown specimen with authentic description. Choose the correct option. Option A. Both statements correct. B. Both statements incorrect. C. 1 correct, 2 incorrect. D. 1 incorrect, 2 correct. Okay, 12th question. The International Code of Zoological Nomenclature primarily governs. Option A. Plant taxonomy rules. B. Bacterial nomenclature. C. Animal scientific naming. D. Viral classification. Question number 13. Which of the following is not a principle of ICZN? Option A. Priority. B. Binomial nomenclature. C. Stability of names. D. Polyphyly of taxa. 14. The scientific name of an organism consists of. Option A. Genus and class. B. Genus and species. C. Species and family. D. Family and order. The scientific name of an organism consists of. 15. The most widely accepted modern theory of classification is based on. Option A. Evolutionary relationships. B. Morphological similarity. C. Utility to human. D. Ecological niche. 16. Statement 1. A dichotomous key gives two alternative choices at each step. Statement 2. A polyclave key is known as a multiple access key. Choose the correct option. Option A. 1 only correct. B. 2 only correct. C. Both 1 and 2 correct. D. Both incorrect. 17. One demerit of numerical taxonomy is. Option A. It includes statistical analysis. B. Equal weightage may be given to trivial and significant characters. C. It cannot be used with computers. D. It ignores phonetic similarity. One demerit of numerical taxonomy. 18. The correct order of taxonomic categories descending hierarchy is. അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഡിസെൻഡിങ് ഹയറാർക്കിയിൽ കറക്റ്റായിട്ടുള്ള ടാക്സോണമിക് ഓർഡർ കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19. Which of the following pair is mismatched? Option A. Chemotaxonomy, secondary metabolite. Cytotaxonomy, chromosome studies. Cladistic, phonetic similarity. Molecular taxonomy, DNA sequencing. മിസ്മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം സിസ്റ്റമാറ്റിക്സ് ഇൻ ബയോളജി വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ. ഓപ്ഷൻ എ. കാർൽ ലിനയസ്. ബി. കാർലോസ് ഡാർവിൻ. സി. A.P. ഡി കാന്റോലി. ഡി. മേയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് തമ്മിലുള്ള ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. ടാക്സോണമിയിൽ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ, നോമെൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ടാക്സോണമിയിൽ വരുന്നത്.
സിസ്റ്റമാറ്റിക്സ് ആണെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ബ്രോഡർ കോൺസെപ്റ്റാണ്. അതിൽ ടാക്സോണമി, ഫൈലോജനി, ഇവല്യൂഷണറി റിലേഷൻഷിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ടാക്സോണമി ഇൻക്ലൂഡ് ഓൺലി നോമൻക്ലേച്ചർ, ഐഡൻറ്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വൈൽ സിസ്റ്റമാറ്റിക്സ് ഇൻക്ലൂഡ് ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, എയിൽ എക്കോളജി കൊടുത്തിട്ടുണ്ട്. എക്കോളജി ഈസ് നോട്ട് മെയിൻ ഫോക്കസ് ഓൺ സിസ്റ്റമാറ്റിക്സ്. സി റോങ് വൺ റീസൺ. ബയോകെമിക്കൽ സൈറ്റോളജിക്കൽ അപ്രോച്ച് സബ് ഡിവിഷനാണ്. മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷനിൽ ഈ ഏരിയാസ് വരുന്നില്ല. ഡി ആണെങ്കിൽ ദേ ആർ റിലേറ്റഡ് ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ അല്ല. ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് റിലേറ്റഡ് കോൺസെപ്റ്റ് ആണെങ്കിലും ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ കറക്റ്റാണ്. അതായത് കീമോടാക്സോണമി ഇൻവോൾവ് സ്റ്റഡി ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ലൈക്ക് ആൽക്കലോയിഡ്സ് ആൻഡ് ഫ്ലാവനോയിഡ്സ്. സൈറ്റോടാക്സോണമി റിലൈസ് ഓൺ കാരിയോടൈപ്പ്, ക്രോമസോം നമ്പർ ആൻഡ് ബാൻഡിങ് പാറ്റേൺ. ഓക്കെ, എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ഓപ്ഷൻ ബി ഐസോസൈം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഓഫ് മോളിക്കുലർ ടാക്സോണമിയാണ് ചോദിച്ചിട്ടുള്ളത്. ഐസോസൈം ബി ഈസ് കറക്റ്റ്. ഐസോസൈം DNA പ്രോട്ടീൻ സീക്വൻസ് ആർ മോളിക്കുലർ മാർക്കേഴ്സ്. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? കാരിയോടൈപ്പ് അനാലിസിസ് മെയിനായിട്ട് സൈറ്റോടാക്സോണമി ആയിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. സി ആൻഡ് ഡി ആണെങ്കിൽ അത് മോർഫോളജിക്കൽ ഓർ ടാക്സോണമിക് കീ ആയിട്ട് വേണ്ട. അതായത് മോർഫോളജിക്കൽ ഡൈക്കോട്ടമസ് കീ, മോർഫോളജിക്കൽ കീ ഒക്കെ എന്താണ് മോർഫോളജിക്കൽ അല്ലെങ്കിൽ ടാക്സോണമിക് കീസിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിറൈവ്ഡ് ഷെയർഡ് ക്യാരക്ടർ ആണ് ഇതിൽ വരുന്നത്. ക്ലാഡിസ്റ്റിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ഷെയർഡ് ക്യാരക്ടറാണ്. ഓക്കെ, ക്ലാഡിസ്റ്റിക് ഇവല്യൂഷണറി ബ്രാഞ്ചിങ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്, ടേമാണ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടർ ക്ലാഡിസ്റ്റിക്. എ പറയുന്നത് എന്തായിരുന്നു? അത് ഓവറോൾ സിമിലാരിറ്റി ഓഫ് ക്യാരക്ടർ. അത് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്താണ്. ഫീനറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എ വരുന്നത്. അനലോഗീസ് മിസ്ലീഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ബയോകെമിക്കൽ സിമിലാരിറ്റി. അത് ബയോകെമിക്കൽ അലോൺ ഇൻസഫിഷ്യൻ്റ് ആണത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 5th ക്വസ്റ്റ്യൻ്റെ ആൻസറും ഓപ്ഷൻ ബി ആണ് വരുന്നത്. Numerical taxonomy differ from classical taxonomy. Option B uses phonetic similarity and equal weightage of character. Numerical taxonomy uses computers and statistics. Equal weightage of character ആണ് വരുന്നത്. എ പറയുന്നത് ഇവല്യൂഷണറി ടാക്സോണമി ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓൾ ഇവല്യൂഷണറി ഹിസ്റ്ററി കൺസിഡർ ചെയ്യുന്നത് ഇവല്യൂഷണറി ക്യാരക്ടറാണ്. ഇഗ്നോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് സെൻട്രൽ ആണ്. അപ്പോൾ അത് റോങ് ആയിട്ടാണ് വരുന്നത്. ദെൻ എക്കോളജിക്കൽ ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് എക്കോളജി ഈസ് എ പാർട്ട് ഓഫ് എക്കോളജിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഈക്വൽ വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ്. ബയോളജിക്കൽ വേഴ്സസ് ഫൈലോജനറ്റിക് സ്പീഷ്യസ് കോൺസെപ്റ്റിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബയോളജിക്കൽ കോൺസെപ്റ്റ് മേയർ റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അതുപോലെ തന്നെ ഫൈലോജനറ്റിക് ആണെങ്കിൽ സ്മോളസ്റ്റ് ഡയഗ്നോസിബിൾ ക്ലസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിവിഷൻ വരുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിരുന്നു. ഓപ്ഷൻ സി ആണ്. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എപ്പിജനറ്റിക് ആണ് ആൻസറായിട്ട് വരുന്നത്. ഡി ജീൻ റെഗുലേഷൻ പ്രോസസ് ആണ്. അതൊരു സ്പീസിയേഷൻ ടൈപ്പ് അല്ല. ബാക്കി വരുന്ന അലോപാട്രിക്, സിംപാട്രിക്, പെരിപാട്രിക് ഒരു സ്പീസിയേഷൻ ഡയമെൻഷനിൽ വരുന്ന കാര്യങ്ങളാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ലിനേഴ്സ് ആണ്. The hierarchy of categories in biological classification was first clearly defined by option A, Linnaeus ആണ്. ഡാർവിലാണെങ്കിൽ ഇവല്യൂഷണറി തിയറി ആയിട്ടാണ്, ഹയറാർക്കി ആയിട്ട് ബന്ധപ്പെട്ടതല്ല വരുന്നത്. ലിനേയസിൻ്റെ സിസ്റ്റം ആൻഡ് നേച്ചറെ ഫോമൽ ഹയറാർക്കിയൽ കാറ്റഗറീസ്. ദെൻ മേയർ വരുന്നത് സ്പീഷ്യസ് കോൺസെപ്റ്റ് സിസ്റ്റമാറ്റിക്സ്. വിറ്റാക്കർ ആണെങ്കിലാണ് ഫൈക്കുണ്ടൻ ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്.
ദെൻ 9th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ പ്രോട്ടോകോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൊസീജിയറൽ കീ? ഓപ്ഷൻ സി, collection and preservation protocol. Procedural key, steps for collecting, preserving, curating. A and B taxonomy keys ആണ്. അത് പ്രൊസീജിയറൽ അല്ല വരുന്നത്. ഡൈക്കോട്ടമസ് ആൻഡ് പോളിക്ലേവ് കീസ് വരുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി ടൂളാണ്. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അതും പ്രൊസീജിയറായിട്ട് റിലേറ്റ് ചെയ്തല്ല വരുന്നത്. 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻസ് ബി ആണ്. കാർനോയ്സ് ഫ്ലൂയിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാർനോയ്സ് ഫ്ലൂയിഡ് പ്രിസർവിങ് ക്രോമസോം ഫോർ സൈറ്റോടാക്സോണമി. FA വരുന്നത് പ്ലാന്റ് മെറ്റീരിയൽ പ്രിസർവേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ആണ്. ബോയിൻസ് ഫ്ലൂയിഡ് ആണെങ്കിൽ ഹിസ്റ്റോളജിയിലാണ് യൂസ് ചെയ്യുന്നത്. എഥനോൾ ജനറൽ പ്രിസർവേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈറ്റോടാക്സോണമിയാണ്. അപ്പോൾ അതിൽ കാർനോയ്സ് ഫ്ലൂയിഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ക്യൂറേറ്റിംഗ്, കാറ്റലോഗിങ് ഓർ സ്റ്റോറേജ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിലോ കമ്പയറിങ് സ്പെസിമെൻ വിത്ത് റെഫറൻസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതിൽ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയിരുന്നു. 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അനിമൽ സയൻറ്റിഫിക് നെയിമിംഗ് ആണ്. ദ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ മെയിനായിട്ട് ഗവേൺ ചെയ്യുന്നത് അനിമൽ സയൻറ്റിഫിക് നെയിമിങ്ങിന് വേണ്ടിയിട്ടാണ്. ICBN പ്ലാന്റ്സിനാണ്. ICNB ബാക്ടീരിയാസ് ആണ്. ICTV റൂൾസ് വൈറസസിനും റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ICZN? ഓപ്ഷൻ ഡി, പോളിഫൈലി ഓഫ് ടാക്സ. ICZN പ്രൊമോട്ട് മോണോഫൈലി നോട്ട് പോളിഫൈലി. അതുകൊണ്ട് തന്നെ ഡി ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാതെ വരുന്ന ഒരു കാര്യം. 14th ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം സയൻറ്റിഫിക് നെയിം ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ജീനസ് പ്ലസ് സ്പീഷ്യസ് നെയിം വേർഡ്സ് ആണ്, അല്ലെങ്കിൽ അത് രണ്ടുമാണ് സയൻറ്റിഫിക് നെയിമിൽ കൺസിസ്റ്റ് ആയിട്ട് വരുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഹോമോസാപ്പിയൻസ്, അതിൽ എന്താണ് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. 15th ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്. The most widely accepted modern theory of classification is based on option A, evolutionary relationship. Phylogenetic classification dominate modern systematics. 16th ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 2 സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ കറക്റ്റ് ആയിരുന്നു. ഡൈക്കോട്ടമസ് 2 ചോയ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോളിക്ലേവ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടൂളാണ്. 17th ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈക്വൽ വെയിറ്റേജ് മേ ബി ഗിവൺ ടു ട്രൈവൽ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ. 1 ഡിമെറിറ്റ് ഓഫ് ന്യൂമറിക്കൽ ടാക്സോണമിയിലാണ് വരുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ന്യൂമറിക്കൽ ടാക്സോണമി ഫോളോ ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ ഡിമെറിറ്റും കൂടിയാണ് ഇതിൻ്റെ. Trivial characters give same weight as important ones. 18th ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആയിട്ട് വരുന്ന ഓർഡർ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. 19th ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലാഡിസ്റ്റിക്. ഫീനറ്റിക് സിമിലാരിറ്റി, മിസ്മാച്ച്ഡ് ആയിട്ടുള്ള പെയറാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം മാച്ചിങ് പെയേഴ്സാണ്. നമുക്കറിയാം കീമോടാക്സോണമി സെക്കൻഡറി മെറ്റബോളൈറ്റ് ബേസ് ചെയ്തിട്ടാണ്. സൈറ്റോടാക്സോണമി ക്രോമസോം സ്റ്റഡീസ് റിലേറ്റഡ് ആണ്. മോളിക്കുലർ ടാക്സോണമി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടേമാണ് DNA സീക്വൻസിങ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള പെയർ വരുന്നത്. ക്ലാഡിസ്റ്റിക്, ഫീനറ്റിക് സിമിലാരിറ്റി. ക്ലാഡിസ്റ്റിക് സിനാപ്പോമോർഫിസ് നോട്ട് ഫിനറ്റിക്. 20th ആൻസർ ഓപ്ഷൻ APD കാൻറ്റോലി ആണ്. അതായത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് ഡി കാൻറ്റോലി എന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ. ലിനേയസ് ഡെവലപ്പ് ടാക്സോണമി. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ഡി കാൻറ്റോലി. ഡാർവിൻ നമുക്കറിയാം ഇവല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. മേയർ ആണെങ്കിൽ മോഡേൺ സിന്തസിസ്, സിസ്റ്റമാറ്റിക്സ്, അതുപോലെ തന്നെ സ്പീഷ്യസ് കോൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏണസ്റ്റ് മേയറാണ്. ഓക്കെ. അപ്പോൾ
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക്